ഇന്ന് രാമായണ പാരായണം 10-ാം ദിവസം. ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും വനയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയും ഗുഹന്റെ ഗൃഹസമീപം എത്തുകയും ചെയ്തു. ഗുഹൻ ക്ഷീണമാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഒക്കെ മുന്നിൽ കൊണ്ടുവെക്കുകയും എന്നാൽ ഇതൊന്നും വേണ്ട, എനിക്ക് ദാഹം തീരാൻ ആവശ്യപ്പെട്ട ശ്രീരാമചന്ദ്രനും കൂട്ടുന്നു. അദ്ദേഹം തെങ്ങിന്റെ നല്ല ഇളനീര് കൊണ്ടുകൊടുക്കുകയും അവർ ക്ഷീണമകറ്റി മയങ്ങുകയും ചെയ്തു. ശ്രീരാമചന്ദ്രാദികൾ ഒന്ന് ക്ഷീണമൊക്കെ മാറ്റി എഴുന്നേറ്റ് പോകാനായിട്ട് ഇറങ്ങി. എന്നാൽ ഈ ഗംഗാതീരത്ത് അക്കരെ കടക്കാൻ വേണ്ടിയിട്ട് കുഹൻ അവരെ സഹായിക്കുകയും ചെയ്തു. ഈ സമയം തന്നെ ലക്ഷ്മണൻ രാമന്റെ ആയുധമടക്കം കൈവശം വെച്ചുകൊണ്ടാണ് അവരുടെ പിറകെ നടക്കുന്നത്. തുടർന്ന് തോണിയാത്രയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ചിട്ടുള്ളത്. ഗുഹ സംഗമം. രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസ്സോടു ഭക്തൈവ സത്വരം പക്വഫലമധു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃഢമണച്ചാശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. കഞ്ചല വിലോചനൻ തൻ തിരുമേനി കണ്ട അഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷതാ ജന്മവും പാവനം നൈഷതാമായുള്ള രാജ്യമിതുമൊരു ദൂഷണഹീനമദീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.